ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര.
വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങൾ. അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുൻപേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ആടുകൾ അവരെ ശ്രവിച്ചില്ല. ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും ചെയ്യും. മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഒത്തിരി അടക്കുകയും തുറക്കുകയും ചെയ്യുന്ന ഒത്തിരി വസ്തുക്കൾ നമുക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ തുറക്കുകയും അടക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഭവനത്തിൻ്റെ വാതിൽ തന്നെയാണ്. അതെന്നും നമ്മൾ തുറക്കുന്നു, എന്നും നമ്മൾ അടക്കുന്നു. എന്നാൽ യേശുവും പറയുന്നുണ്ട്, ഞാൻ വാതിലാണ്, ഞാനും തുറക്കുന്നു, അടക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇതാ നിൻ്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിൻ്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എൻ്റെ വചനം കാത്തു. ആർക്കും പൂട്ടാൻ വയ്യാത്ത ഒരു വാതിലായിട്ട് ദൈവം തമ്പുരാൻ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന മനോഹരമായ നിമിഷമാണ് ദൈവത്തെ അനുഭവിച്ചറിയുന്ന നിമിഷം. എന്നാൽ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ അടഞ്ഞു കിടക്കുന്ന വാതിലല്ല ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത് അടഞ്ഞു കിടക്കുന്ന വാതിലല്ല, മറിച്ച് തുറന്നു കിടക്കുന്ന വാതിൽ അറിയാൻ പറ്റാത്ത നമ്മുടെ അവസ്ഥയാണ് ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത്. വിശുദ്ധ ഹൃദയത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ കർത്താവാകുന്ന തുറന്നു കിടക്കുന്ന വാതിലിനെ അനുഭവിച്ചറിയുന്ന ഒത്തിരി വ്യക്തികൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്നിൻ്റെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് വെച്ചാൽ, വാതിൽ തുറന്നു കിടന്നിട്ടും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ആ വാതിലിനെ തിരിച്ചറിയാതെ വീണ്ടും എവിടെയാണ് വാതിലെന്ന് പറഞ്ഞുകൊണ്ട് പരക്കം പായുന്ന ഒരു ആധുനിക സമൂഹത്തെയാണ് ഇന്നിൻ്റെ ലോകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതാണ് ആധുനിക മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരന്തം. വിശുദ്ധ ഗ്രന്ഥത്തിൽ, വചനത്തിൽ ശക്തമായിട്ട് കർത്താവ് പറയുന്നത്, ഞാനാണ് വാതിൽ. ഈ തമ്പുരാനെ അനുഭവിച്ചറിയുന്ന ഒരു മനുഷ്യന് മാത്രമേ ഈ കർത്താവാകുന്ന വാതിലിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കൂ. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഈ ദൈവമാകുന്ന വാതിലിനെ കണ്ടെത്തിയ ഒത്തിരി വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായിട്ട് മോശ, ദൈവം തന്നെ വളർത്തി വലുതാക്കിയ ശക്തനായ ഒരു നേതാവ്. ഈ നേതാവിൻ്റെ ജീവിതത്തിൽ വലിയ ഒരു ദുരന്തം സംഭവിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചുകൊണ്ട് ഈജിപ്തിൽ നിന്നും കാനാൻ ദേശത്തേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേൽ ജനത അമലോക്യരുമായിട്ട് ഏറ്റുമുട്ടുന്ന ഒരു രംഗം. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ആ നിമിഷത്തിൽ മോശയെ സംബന്ധിച്ചപ്പോൾ മോശ പകച്ചു നിൽക്കുകയാണ്. എന്താണ് ചെയ്യുക? എങ്ങനെയാണ് ഈ ജനത്തെ ഒന്ന് രക്ഷിക്കുക? ആ നിമിഷം വരെ മോചിപ്പിച്ചുകൊണ്ട് വന്ന ജനത ഈ അമലോക്യയുടെ വാളിനാൽ ഇരയാകരുത് എന്നാഗ്രഹിച്ച മോശയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വലിയൊരു ആശയം കടന്നു വരികയാണ്. ഈ ശക്തനായ ദൈവം എനിക്ക് ശക്തി നൽകിക്കൊണ്ട് ഈ ജനത്തെ മോചിപ്പിക്കാൻ ശക്തി നൽകിയെങ്കിൽ തീർച്ചയായിട്ടും അവൻ രക്ഷിക്കുമെന്നുള്ളൊരു ബോധ്യത്തിൽ മോശ ദൈവം കൊടുത്ത വടിയുമായിട്ട് മലയുടെ മുകളിലേക്ക് കയറി വിരിച്ച കരങ്ങളുമായിട്ട് മോശ പ്രാർത്ഥിച്ചു. വിശുദ്ധ ഗ്രന്ഥം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഏതെല്ലാം നിമിഷമാണോ മോശ ഈ വടിയും കയ്യിൽ പിടിച്ചുകൊണ്ട് വിരിച്ച കരങ്ങളുമായിട്ട് പ്രാർത്ഥിച്ചത്, ആ നിമിഷമൊക്കെ ഇസ്രായേൽ ജനത്തിന് അമലോക്യരെ പരാജയപ്പെടുത്തുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ദൈവമാകുന്ന ശക്തമാകുന്ന വാതിലിനെ തിരിച്ചറിഞ്ഞ മാത്രയിൽ ആ വാതിലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ശ്രവിച്ചതുപോലെ, അവനെ ഞാൻ ശക്തിപ്പെടുത്തും, അവൻ രക്ഷയിലേക്കാണ് കടന്നു വരുന്നത്, അവൻ രക്ഷ പ്രാപിക്കുന്നുള്ളൊരു വലിയൊരു വചനം മോശയുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ട് മാറുകയാണ്. വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് അബ്രഹാം, വിശ്വാസികളുടെ പിതാവ്. ഈ അബ്രഹാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് ആകെ കൂടെ നൽകിയ ഒരു മകനാണ് ഇസഹാക്ക്. ഈ ഇസഹാക്കിനെ വെച്ചുകൊണ്ട് ദൈവം വിലപേശുന്നുണ്ട്. അബ്രഹാമിന് ദൈവം പറയുന്നുണ്ട്, നിന്റെ ഏക മകനെ നീ എനിക്കായിട്ട് ബലി കഴിപ്പിക്കുക. ഈ ബലി കഴിക്കുവാനായിട്ട് ഈ ഏക മകനെയുമായിട്ട് അബ്രഹാം മോറിയ മലയുടെ മുകളിലേക്ക് പോകുന്നൊരു രംഗം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ നിമിഷത്തിൽ മകൻ ചോദിക്കുന്നുണ്ട്, അപ്പ എവിടെയാണ് ബലിമൃഗം? അവസാനം ഈ മകൻ തിരിച്ചറിയുന്നുണ്ട്, എന്നെ തന്നെയാണ് ഈ അപ്പൻ ബലി കഴിക്കുവാനായിട്ട് പോകുന്നത്. ഈ അബ്രഹാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആ നിമിഷം വേണമെങ്കിൽ ഈ സർവശക്തനായ ദൈവത്തെ സംശയിക്കാമായിരുന്നു. കാരണം ഈ ദൈവം തന്നെയാണ് പറഞ്ഞത്,
നിന്റെ മകനിൽ നിന്നും വലിയൊരു സന്തതിയെ ഞാൻ പുറപ്പെടുവിക്കും. ആകാശത്തെ നക്ഷത്രങ്ങളെപ്പോലെയും കടൽ തീരത്തെ മണൽത്തരികളെപ്പോലും അധികമായിട്ട് ഞാൻ അവരെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു തലമുറയെ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ തമ്പുരാൻ തന്നെയാണ് ഈ ഏക മകനെ ബലി കഴിക്കുവാനായിട്ട് ഈ അബ്രഹാത്തിനോട് ആവശ്യപ്പെടുന്നത്. അബ്രഹാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ദൈവമാകുന്ന ശക്തമായ വാതിലിനെ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഒരിക്കലും നോ പറയുന്നില്ല. ദൈവം എന്താണോ ആവശ്യപ്പെട്ടത് അത് നൽകുവാനായിട്ട് ഈ അബ്രഹാം മകനെയുമായിട്ട് പോകുകയാണ്. കാരണം ദൈവത്തിൻ്റെ ശക്തമായ വാതിലിനെ, ഞാനാണ് വാതിലെന്ന് പറഞ്ഞ തമ്പുരാനെ തൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഈ അബ്രഹാം തിരിച്ചറിഞ്ഞതുകൊണ്ട് ദൈവം ആവശ്യപ്പെട്ടതൊന്നും വേണ്ട എന്ന് പറയാതെ ദൈവം ചോദിച്ചത് എന്താണോ അത് നൽകുവാനായിട്ട് അബ്രഹാം തയ്യാറാകുകയാണ്. വീണ്ടും നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ സക്കൗസിനെ നമ്മൾ കാണുന്നുണ്ട്. ലോകത്തിൻ്റെ മുമ്പിൽ തിരസ്കൃതനായ മനുഷ്യനായിരുന്നു അവൻ. ഏറ്റവും വലിയ പാവിയെന്ന് ജനം മുദ്ര കുത്തിയവനാണ്, ചുങ്കക്കാരൻ അവൻ. എല്ലാ മനുഷ്യരാലും സമൂഹത്താലുമൊക്കെ ഒറ്റപ്പെട്ട അവനെ സംബന്ധിച്ച് പറയുമ്പോൾ അവൻ ഏക ആശ്രയമായിട്ട് അവൻ കണ്ടത് ക്രിസ്തുവാകുന്ന വാതിലിനെയാണ്. ഈ വാതിലിലൂടെ ഏതൊരു നിമിഷമാണോ അവൻ പ്രവേശിച്ചത് ആ നിമിഷമാണ് അവനെ സംബന്ധിച്ച് പറയുമ്പോൾ അവൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക്, അവൻ്റെ കുടുംബ ജീവിതത്തിലേക്ക് രക്ഷ കൈവന്നത്. യേശു പറയുന്നുണ്ട്, ഇന്ന് നിൻ്റെ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. എന്താണ് കാരണം? ഈ യേശുവാകുന്ന വാതിലിനെ അവൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ അവൻ തിരിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, ഈ ശക്തമായ വാതിൽ എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ എന്നും തുറക്കപ്പെടുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഈ ശക്തമാകുന്ന വാതിൽ മലർക്കെ തുറന്നു കിടക്കുകയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ തേടുന്ന വാതിൽ ദൈവത്തിൻ്റെ വാതിലല്ല, മറിച്ച് നമ്മുടെ ആഗ്രഹങ്ങളുടെയും നമ്മുടെ ഒക്കെ വാതിലുകളാണ് നമ്മൾ പലപ്പോഴും അന്വേഷിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും യേശുവാകുന്ന വാതിലിലേക്ക് കടക്കുവാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. വീണ്ടും സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ സമറിയാക്കാരിയ സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട്. ഈ സമറിയാക്കാരിയ സ്ത്രീയെ സംബന്ധിച്ച് പറയുമ്പോൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവളാണ് അവൾ. ജീവിതത്തിന് അർത്ഥം നഷ്ടപ്പെട്ടവൾ, ജീവിതത്തിന് മൂല്യം നഷ്ടപ്പെട്ടവൾ, ആരാലും സ്നേഹിക്കപ്പെടാതെ പാപി എന്ന് പറയുന്ന മുദ്ര കുത്തിക്കൊണ്ട് സമൂഹത്തിൻ്റെ താഴേക്കിടയിലേക്ക് തള്ളപ്പെട്ടവളാണ് അവൾ. എങ്കിലും കർത്താവാകുന്ന വാതിലിനെ തിരിച്ചറിഞ്ഞ മാത്രയിൽ അവൾ എന്താണ് ചെയ്തത്? ഈ വാതിലിലേക്ക് മറ്റെല്ലാ വ്യക്തികളെയും കൊണ്ടുവരുവാനായിട്ട് അവൾ ഗ്രാമത്തിലേക്ക് ഓടി എന്ന് വിശുദ്ധരെന്ന് വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം അവൾ കർത്താവാകുന്ന വാതിലിനെ അവൾ തിരിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, ഈ വചനഭാഗങ്ങളൊക്കെ നമുക്ക് തരുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ, ഈ യേശുവാകുന്ന വാതിലിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ തിരിച്ചറിയുക. ആ തിരിച്ചറിവ് മറ്റുള്ളൊരു വ്യക്തിക്ക് കൂടെ നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ ഓർക്കുക, എല്ലാ വ്യക്തികളും രക്ഷ പ്രാപിക്കുന്നൊരു സമൂഹമായിട്ട് മാറും. ഇത് നമ്മുടെ ദൗത്യമാണ്. ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ വ്യക്തിയുടെയും ദൗത്യം ഇതാണ്. യേശുവാകുന്ന വാതിലിനെ തിരിച്ചറിയുക, ആ വാതിലിലേക്ക് എല്ലാ വ്യക്തികളെയും കൊണ്ടുവരിക. കാരണം വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്, അവർ മേച്ചിൽ സ്ഥലം കണ്ടെത്തും. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ മേച്ചിൽ സ്ഥലങ്ങളിലേക്കാണ് യേശു ഈ വാതിലിലൂടെ കടന്നു വന്നുകൊണ്ട് പ്രവേശിക്കുവാനായിട്ട് എന്നെയും നിങ്ങളെയും വിളിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഈ യേശുവാകുന്ന വാതിലിനെ തിരിച്ചറിഞ്ഞ വലിയൊരു അനുഭവമുണ്ട്. എൻ്റെ പട്ടം കഴിഞ്ഞ നിമിഷത്തിൽ ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ചില കാരണങ്ങളാൽ എൻ്റെ കണ്ണിന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഒരു കണ്ണിന് അസുഖം ബാധിച്ച് ഓപ്പറേഷന് വിധേയമായ എനിക്ക് 2 കണ്ണുകൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ തുറന്ന കണ്ണുകളുമായിട്ട് ഞാൻ ആശുപത്രിയിലേക്ക് പോയെങ്കിൽ ഞാൻ തിരികെ വന്നത് 2 കണ്ണുകളും അടയ്ക്കപ്പെട്ടുകൊണ്ടാണ്. ഡോക്ടർ പറഞ്ഞു 2 മാസത്തേക്ക് ഈ അടഞ്ഞ കണ്ണുമായിട്ടിരിക്കണം. ഈ അടഞ്ഞ കണ്ണുകളുമായിട്ട്, ഈ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന കണ്ണുകളുമായിട്ട് മുറിയിൽ കഴിയുന്ന മാത്രയിൽ എൻ്റെ സഹപാഠികളും എൻ്റെ സഹവൈദികരും എൻ്റെ കൂട്ടുകാരും അയൽക്കാരുമൊക്കെ എന്നെ കാണാൻ വന്നു. അവരൊക്കെ ഒത്തിരി നല്ല വാക്കുകൾ പറഞ്ഞു, എങ്കിലും ഒത്തിരി തമാശകൾ പറഞ്ഞു, എങ്കിലും അതിനോടൊപ്പം ഒത്തിരി വേദനിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് കിട്ടി. പലരും പറഞ്ഞു, ഈ അച്ഛനായ മാത്രയിൽ തന്നെ നിൻ്റെ കണ്ണുകൾ അടയ്ക്കപ്പെട്ടുവെങ്കിൽ നീ എന്താണ് ചെയ്യുവാനായിട്ട് പോകുന്നത്? നിനക്കൊരു കുർബാന പോലും ചൊല്ലാനായിട്ട് സാധിക്കത്തില്ല, നിൻ്റെ ജീവിതം പാഴായി പോകും, ഏതെങ്കിലും ഒരു മുറിയിൽ നീ അടഞ്ഞിരിക്കേണ്ടി വരും. അവരുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ അതെന്നെ ഒത്തിരി വേദനിപ്പിച്ചു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, നീ എന്നെ ഈ വൈദിക വൃത്തിയിലേക്ക് വിളിച്ചുവെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ 2 കണ്ണുകളും മൂടപ്പെട്ടു? എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം? എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? എന്താണ് ഇനി മുന്നോട്ടുള്ള എൻ്റെ ഭാവി? അങ്ങനെ ഒത്തിരി ചോദ്യങ്ങളുമായിട്ട് ദൈവത്തിന് മുമ്പിൽ ഞാൻ നിൽക്കുന്ന നിമിഷത്തിൽ ഞാൻ കിടന്നിരുന്ന എൻ്റെ ആശ്രമത്തിലേക്ക് കുറേ സിസ്റ്റേഴ്സ് കടന്നു വന്നിട്ട് ഞങ്ങളുടെ പ്രൊവിഷണൽ അച്ഛനോട് ചോദിച്ചു, ഞങ്ങൾക്കൊരു അച്ഛനെ വേണം ധ്യാനിപ്പിക്കുവാനായിട്ട്, 2 മാസം കഴിഞ്ഞിട്ട് മതി. ഉടനെ പ്രൊവിഷണൽ അച്ഛൻ പറഞ്ഞു, ഉടനെ എന്നെ സംബന്ധിച്ച് തരുവാനായിട്ട് ആരുമില്ല, എങ്കിൽ 2 മാസം കഴിഞ്ഞിട്ടല്ലേ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അച്ഛൻ എന്നോട് വന്നിട്ട് ചോദിച്ചു, അച്ഛന് ഈ ധ്യാനം എടുക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു, എൻ്റെ 2 കണ്ണുകൾ അടക്കപ്പെട്ടിരിക്കുകയാണ്, ഒരു ബുക്ക് പോലും വായിക്കാൻ പറ്റത്തില്ല,
പിന്നെ എങ്ങനെയാണ് ഈ ഓർഡിനേഷൻ കഴിഞ്ഞ മാത്രയിൽ തന്നെ ഒരു ധ്യാനത്തിനായിട്ട് പോകുക? ഞാൻ പറഞ്ഞു എനിക്കത് സാധിക്കത്തില്ല. പക്ഷേ അച്ഛൻ പറഞ്ഞു, ഇല്ല, 2 മാസമുണ്ട്, നീ കിടന്ന് ചിന്തിക്കുക, നീ കട്ടിലായതുകൊണ്ട് നീ ചിന്തിക്കുക, എന്നിട്ട് അത് നീ പോയി പ്രസംഗിക്കുക. അങ്ങനെ 2 മാസങ്ങൾക്ക് ശേഷം എൻ്റെ കണ്ണുകൾ തുറന്നപ്പോൾ എനിക്ക് അതിനുള്ള ശക്തി ലഭിച്ചു. ഓർക്കുക, ആ നിമിഷങ്ങളിൽ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ യേശുവാകുന്ന വാതിലിനെ തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് നിരാശപ്പെടാതെ ആ ദൗത്യത്തെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചത്. യേശുവാകുന്ന വാതിൽ ശക്തിപ്പെടുത്തുന്ന ഒത്തിരി നിമിഷങ്ങൾ നമ്മുടെ വ്യക്തിവിധങ്ങളെ കൊണ്ട്. അതാണ് കർത്താവ് പറയുന്നത്, ഞാനാകുന്ന വാതിൽ, എന്നിലൂടെ കടന്നു വരുന്നവനെ എന്നെ ശക്തിപ്പെടുത്തും എന്ന് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർക്കുക, അവനിൽ ആശ്രയിക്കണ മാത്രയിൽ ഞാനും നിങ്ങളും നമ്മളെ ഓരോരുത്തരും ശക്തിപ്പെടുത്തുന്ന തമ്പുരാനെയാണ് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് ഓരോരുത്തർക്കും കാണിച്ചു തരുന്നത്. എന്നാൽ ഈ വാതിലിനെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ശുശ്രൂഷയുടെ ഒരു മനോഭാവം നമ്മുടെ വ്യക്തിവിധങ്ങളിൽ നമുക്കുണ്ടാകണം. എന്താണ് ശുശ്രൂഷ എന്ന് പറയുന്നത്? ശുശ്രൂഷ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് പദമെന്ന് പറയുന്നത് സെർവ് എന്നാണ്. SERVE എന്നുള്ള സിലബിൾസാണ് അതിനകത്തുള്ളത്. ഓരോ വാക്കിനും ഓരോ അർത്ഥങ്ങളുണ്ട്. എസ് എന്ന് വെച്ചാൽ സർവീസ് എന്ന്, അല്ലെങ്കിൽ സാക്രിഫൈസ് എന്ന് നമ്മളതിനെ വിളിക്കും. എസ് എന്ന് പറയുന്ന ആ വാക്ക് ദ്യോതിപ്പിക്കുന്നത് സാക്രിഫൈസിനെയാണ്. സാക്രിഫൈസ് അല്ലെങ്കിൽ ബലി. എന്താണ് ബലി? ബലി എന്ന് പറയുന്നത് ജീവൻ നൽകലാണ്. നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് നൽകുകയാണ്. ഒന്നും നമുക്കായിട്ട് എടുത്തു വയ്ക്കാതെ പൂർണ്ണമായിട്ട് അവനെ തന്നെ നൽകുന്ന ഒരു പ്രവണതയാണ് ബലി എന്ന് പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യേശു അർപ്പിച്ച ബലി എന്ന് പറയുന്നത് തന്നെ തന്നെ പൂർണ്ണമായിട്ട് നൽകിയ ഒരു ബലിയാണ്. ഒന്നും തനിക്കായിട്ട് മാറ്റിവെക്കാതെ എല്ലാം അവരന് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി മാറ്റിവെച്ചപ്പോൾ കർത്താവിൻ്റെ ജന്മം ഒരു സൂര്യജന്മമായിട്ട് മാറി. എല്ലാ മനുഷ്യരിലേക്കും തൻ്റെ പ്രകാശത്തെ കൊടുക്കുകയും എല്ലാ മനുഷ്യനും തൻ്റെ പ്രകാശം നൽകുകയും ചെയ്യുന്ന ഒരു സൂര്യജന്മമായിട്ട് മാറി. കാരണം ഒന്നും തനിക്കായിട്ട് മാറ്റിവെച്ചില്ല. നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ വാതിലിനെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമുക്കുണ്ടാകേണ്ടത് ശുശ്രൂഷയുടേതായ ആദ്യത്തെ തലം, അതായത് ബലി നൽകുവാനുള്ള നമ്മുടെ മനോഭാവം, നമ്മളെ തന്നെ പകുത്തു കൊടുക്കാനും പങ്കിട്ട് നൽകാനും പങ്കുവയ്ക്കുവാനുള്ളൊരു മനോഭാവം. അവിടെയാണ് നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ കർത്താവിൻ്റെ വാതിൽ തിരിച്ചറിയുവാനായിട്ട് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്ന തയ്യാറെടുപ്പെന്ന് പറയുന്നത് അവിടെയാണ്. രണ്ടാമതായിട്ട് ഈ എന്ന് പറയുന്ന രണ്ടാമത്തെ സിലബിൾ, സർവീസിലെ രണ്ടാമത്തെ സിലബിളാണ് ഈ എന്ന വാക്ക് ദ്യോതിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എംപ്റ്റിനെസ് ആണ്. എംപ്റ്റി അവേഴ്സെൽഫ്, നമ്മളെ തന്നെ ശൂന്യവത്കരിക്കുക. നമ്മുടെ ഞാനെന്ന ഭാവത്തെയും നമ്മുടെ എല്ലാ മറ്റു ഭാവങ്ങളെയും ദൈവത്തെ അറിയുന്നതിനും അവരെന്നെ അറിയുന്നതിനും തടസ്സമായിട്ട് നിൽക്കുന്ന നമ്മുടെ എല്ലാ നെഗറ്റീവായിട്ടുള്ള എല്ലാ അവസ്ഥകളെയും നമ്മൾ എന്നേക്കുമായിട്ട് ഹനിക്കുമ്പോൾ അവിടെയാണ് നമ്മളെ തന്നെ നമ്മൾ ശൂന്യവത്കരിക്കുന്നത്. നമുക്കറിയാം എപ്പോഴാണ് ഈ തമ്പുരാൻ്റെ വാതിൽ തിരിച്ചറിയാൻ സാധിക്കാത്തത്, എപ്പോഴാണ് അവരൻ നമുക്കൊരു തടസ്സമായിട്ട് മാറുന്നത്? നമ്മുടെ ഞാനെന്ന ഭാവവും നമ്മുടെ മറ്റെല്ലാ നെഗറ്റീവായിട്ടുള്ള അവസ്ഥകളും നമ്മളെ എന്നേക്കുമായിട്ട് ഭരിക്കുമ്പോൾ ഓർക്കുക, ഈ തമ്പുരാൻ്റെ വാതിൽ നമുക്കൊരിക്കലും തിരിച്ചറിയാൻ സാധിക്കത്തില്ല. എന്നാൽ ഈ ശുശ്രൂഷയുടെ തലത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ ശൂന്യവത്കരിക്കുമ്പോൾ അവിടെയാണ് ഈ യേശുവാകുന്ന വാതിലിനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. വീണ്ടും ശുശ്രൂഷയിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ സിലബിളായ ദ്യോതിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റിഫോർമേഷനാണ്, റിന്യൂവലാണ്. നമ്മളെ തന്നെ മാറ്റുക, നമ്മളെ തന്നെ മാറ്റിമറിക്കുക. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ മാറ്റിമറിക്കുമ്പോൾ മാത്രമാണ് ഈ വാതിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ആൻ്റണി ഡിമല്ലോയുടെ പുസ്തകത്തിൽ ഒരു വിപ്ലവകാരിയായ ഒരു യുവാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ യുവാവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്തായിരുന്നു വെച്ചാൽ ഈ ലോകം മുഴുവൻ മാറ്റുക, ഈ ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കുക. അതായിരുന്നു ഇവൻ്റെ ആഗ്രഹം. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ ലോകത്തെ മുഴുവൻ മാറ്റുവാനുള്ള കൃപ നീ എനിക്ക് തരണമേ. അവൻ്റെ ജീവിതത്തിൻ്റെ മധ്യാഹ്നത്തിലേക്ക് എത്തിയപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു ലോകം മാറിയിട്ടില്ല. അവൻ്റെ പ്രാർത്ഥന അവൻ മാറ്റി. അവൻ പറഞ്ഞു, ദൈവമേ, ഇതുവരെ എനിക്ക് ആരെയും മാറ്റാൻ സാധിച്ചിട്ടില്ല, പക്ഷേ എനിക്കൊരു പ്രാർത്ഥന കൂടെ ഉണ്ട്. ദൈവമേ, നീ എന്നെ അനുഗ്രഹിക്കുക, ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന എൻ്റെ വ്യക്തികളെ മാറ്റുവാനുള്ള കൃപ നീ എനിക്ക് തരണമേ. ആരെല്ലാമായിട്ട് ഞാൻ ഒരു ദിവസത്തിൽ ഞാൻ സംസാരിക്കുന്നുവോ, ആരെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുവോ അവരെ മാറ്റുവാനുള്ള കൃപ നീ എനിക്ക് തരണമേ. അങ്ങനെ അവൻ പ്രാർത്ഥിച്ചു, അവൻ പ്രയത്നിച്ചു. അവസാനം അവൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിയപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു, ഇതുവരെ ആയിട്ടും അവനുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളെപ്പോലും അവന് മാറ്റുവാനായിട്ട് സാധിച്ചില്ല. അവസാനം അവൻ്റെ പ്രാർത്ഥനയുടെ സ്റ്റൈൽ അവൻ മാറ്റി. അവൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഇനി എനിക്കൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, എന്നെ തന്നെ മാറ്റുവാനുള്ള കൃപ നീ എനിക്ക് തരണമേ, എന്നെ തന്നെ മാറ്റുവാനുള്ള കൃപ നീ എനിക്ക് തരണമേ. അവൻ പ്രാർത്ഥിച്ചു, അവൻ മാറി. അപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു ലോകം മുഴുവൻ മാറുന്നതായിട്ട്. പ്രിയമുള്ളവരെ, ഈ കർത്താവാകുന്ന വാതിലിനെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മൂന്നാമത്തെ ഘടകം എന്താണെന്ന് വെച്ചാൽ നമ്മളെ തന്നെ നമ്മൾ മാറ്റുക. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോൾ മാത്രമാണ് ഈ വാതിലിനെ തിരിച്ചറിയാൻ സാധിക്കുന്നത്. നാലാമത്തെ സിലബിൾ വി ആണ്. വി എന്ന വാക്കിൻ്റെ അർത്ഥം ദ്യോതിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെർച്വസ്, നന്മ നിറഞ്ഞൊരു ജീവിതം. നന്മ നിറഞ്ഞൊരു ജീവിതം നമുക്കുണ്ടെങ്കിൽ എല്ലാത്തിലും നന്മ കാണാനായിട്ട് സാധിക്കും.
ഒരു ദോഷൈകതിർക്കാകാതെ എല്ലാത്തിനും ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നന്മ നിറഞ്ഞ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. പരിശുദ്ധ കന്യാമറിയത്തെ നമ്മൾ വിളിക്കുന്നത് നന്മ നിറഞ്ഞ മറിയമേ എന്നാണ്. കാരണം ഒത്തിരി നന്മ ആ അമ്മയ്ക്കുണ്ടായിരുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ പുത്രനായിട്ട് മാറുവാനുള്ള വലിയൊരു കൃപ അമ്മയ്ക്ക് ലഭിച്ചു. ഇന്ന് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നത് കർത്താവിൻ്റെ സഹോദരനും സഹോദരിയും അമ്മയുമൊക്കെ ആയിട്ട് മാറുവാനാണ്. എങ്ങനെയാണ് നമുക്ക് മാറാൻ സാധിക്കുക? ഈ നന്മ നമ്മുടെ ജീവിതത്തിൻ്റെ ആകെ തുകയായിട്ട് മാറുമ്പോൾ മാത്രമേ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ യേശുവാകുന്ന വാതിലിനെ തിരിച്ചറിയാൻ സാധിക്കൂ. അവസാനമായിട്ട് സെർവ് എന്ന വാക്കിൻ്റെ അവസാന അക്ഷരമെന്ന് പറയുന്നത് ഈ ആണ്, എംപ്റ്റിനെസ്. ആദ്യം പറഞ്ഞതുപോലെ നമ്മളെ തന്നെ ശൂന്യവത്കരിക്കുക. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ യേശുവാകുന്ന വാതിലിനെ തിരിച്ചറിയുന്ന ഒരു പ്രവണതയിലേക്ക് നമുക്ക് വളരുവാനായിട്ട് സാധിക്കുന്നത്. ആകയാൽ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. ബലിയുടെ രൂപത്തിൽ, നന്മ നിറഞ്ഞ ഒരു രൂപത്തിൽ, നമ്മളെ തന്നെ ശൂന്യവത്കരിക്കുന്ന ഒരു രൂപത്തിൽ, നമ്മളെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു രൂപത്തിൽ. അങ്ങനെ ഈ തലങ്ങളുടെ ഒരു യാത്ര നമ്മൾ ആരംഭിക്കുമ്പോൾ ഓർക്കുക, നമ്മുടെ ജീവിതം ശുശ്രൂഷയായിട്ട് മാറുന്നു. ആ ശുശ്രൂഷയിലൂടെ കർത്താവാകുന്ന വാതിലിനെ നമ്മൾ തിരിച്ചറിയുന്നു. ആ വാതിലിലേക്ക് നമുക്ക് അനായാസം കടന്നു പോകുവാനും ഇറങ്ങുവാനും യേശു നമുക്കായിട്ട് വാഗ്ദാനം ചെയ്യുന്ന മരുപ്പച്ച കണ്ടെത്താനും നമുക്ക് സാധിക്കും. മേച്ചിൽ സ്ഥലം കണ്ടെത്താനും സാധിക്കും. ആകയാൽ ഈ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സഹനത്തിനമ്മേ എന്മേരി മാതേ, ക്രൂശിന്റെ നിഴലായ രാജകന്യേ, ആവേ മരിയ, ആവേ മരിയ. സഹനത്തിനമ്മേ എന്മേരി മാതേ, ക്രൂശിന്റെ നിഴലായ രാജകന്യേ, സഹനപ്പൂക്കൾ നിന്നെ കാണുമ്പോഴമ്മേ ഞാനും കണ്ണീരിനർത്ഥം കാണും. സഹനപ്പൂക്കൾ നിന്നിൽ കാണുമ്പോഴമ്മേ ഞാനും കണ്ണീരിനർത്ഥം കാണും. അമ്മേ നീ ആശ്രയം സാന്ത്വനം. സഹനത്തിനമ്മേ എന്മേരി മാതേ, ക്രൂശിന്റെ നിഴലായ രാജകന്യേ. കാൽവരി വേദന ആഞ്ഞു ഭരിച്ചത് അമ്മേ നിൻ ഹൃദയത്തിലുമല്ലോ. കാൽവരി വേദന ആഞ്ഞു ഭരിച്ചത് അമ്മേ നിൻ ഹൃദയത്തിലുമല്ലോ. പരിഭവമില്ലാത്ത നയനങ്ങളിൽ ഞാൻ കാണുന്നു ദൈവമേ നിൻ മഹത്വം. പരിഭവമില്ലാത്ത നയനങ്ങളിൽ ഞാൻ കാണുന്നു ദൈവമേ നിൻ മഹത്വം, കാണുന്നു ദൈവമേ നിൻ മഹത്വം. അമ്മേ പരിശുദ്ധ മാതേ, നിത്യവും പ്രാർത്ഥിക്കതായേ. അമ്മേ പരിശുദ്ധ മാതേ, നിത്യവും പ്രാർത്ഥിക്കതായേ. സഹനത്തിനമ്മേ എന്മേരി മാതേ, ക്രൂശിന്റെ നിഴലായ രാജകന്യേ. കനിവറ്റ വൈരികൾ ചൂടുന്ന നേരം കണ്ണീരു കാണാൻ നീ വന്നു. കനിവറ്റ വൈരികൾ ചൂടുന്ന നേരം കണ്ണീരു
സമർപ്പിച്ചു. കുരിശിൽ ഞാൻ ആശ്രയം തേടി, മിശിഹായൻ ആശ്വാസമായി. അമ്മേ പരിശുദ്ധമാതേ, നിത്യവും പ്രാർത്ഥിക്കണായേ. അമ്മേ പരിശുദ്ധമാതേ, നിത്യവും പ്രാർത്ഥിക്കണായേ. മെഴുതിരി ഉരുകുന്ന പോലെ എൻ ഹൃദയം ഉരുകി ഞാൻ നിൻ സവിധേ. മെഴുതിരി ഉരുകുന്ന പോലെ എൻ ഹൃദയം ഉരുകി ഞാൻ നിൻ സവിധേ. തിരികെ വന്നിതാ ഞാൻ ധൂർത്തനെ പോ, ചേർക്കണേ ഭവനത്തിൽ ദാസനായി. തള്ളല്ലേ കർത്താവേ പാപിയാമെന്നേ, ചേർക്കണേ ഭവനത്തിൽ ദാസനായി.